ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ ഉണക്കമീനും ചേമ്പും കൂടി ഒരു കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള നാടൻ കറിയാണത്. നാടൻ അയില ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ തയ്യാറാക്കാം. ഇത് ചേമ്പും കൂടി ആകുമ്പോൾ നല്ലൊരു കട്ടിയുണ്ട് കറിക്ക്. ഊണിനൊക്കെ നല്ലൊരു വിശേഷപ്പെട്ട കറിയാണത്. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുകയും ചെയ്യാം. ഉണക്കമീനൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് കറി വയ്ക്കാം. അയില നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിടണം. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങിപ്പോവുള്ളൂ. അതാണ് ഈ ഉണക്കയില. പിന്നെ ചേമ്പ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കാൻ കിട്ടുന്നത്. അത് ഞാൻ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ്, ചെറിയ കഷ്ണാക്കിയിട്ട്. പിന്നെ 2 കപ്പോളം നാളികേരം ചെരുവിയത്, ചുവന്നുള്ളി, വേപ്പില, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം നീളത്തിൽ കീറിയത്, കുടംപുളി 6 അല്ലി വെള്ളത്തിലിട്ട് കുതിർത്തിയത്, പിന്നെ മഞ്ഞൾപ്പൊടി, കടുക് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു പാത്രം വെച്ച് ഈ ഉണക്കയിലയും വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയിൽ കഴുകി വെച്ചതാണ് ഉണക്കയിലയും പിന്നെ ചേമ്പിൻ്റെ കഷ്ണവും കൂടി ഇടാം. ഉണക്കയിലും ചേമ്പും കൂടി ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് മീനായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഓൾറെഡി മീനിൽ തന്നെ ഉപ്പുണ്ടാവും. ഇതും പിന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് നല്ലോണം തിളപ്പിക്കുക. 2 കതിർപ്പ് വേപ്പിലയും ഇടാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ടത് ചേർക്കാം. അപ്പോൾ മുളകും പുളിയൊക്കെ ചേർന്ന് മീൻ നല്ല ടേസ്റ്റാവും. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. നല്ലോണം തിളച്ച് ഒന്ന് വെള്ളം വറ്റും വേണം, പിന്നെ ഇതൊന്ന് വേവും വേണം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നാളികേരം ചെരിയത് 2 കപ്പ്, പിന്നെ വെളുത്തുള്ളി 4 അല്ലി, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, പിന്നെ ചുവന്നുള്ളി 4 എണ്ണം ചെറുതാക്കി നുറുക്കിയിടാം. അതും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. അപ്പോഴേ കറിക്ക് നല്ല കട്ടി കിട്ടുള്ളൂ. 2 ചുവന്നുള്ളി അവിടെ നമുക്ക് കറി കാച്ചാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മൂടി ഒന്ന് തുറന്ന് വെക്കുക, അല്ലെങ്കിൽ ആവി ഇങ്ങനെ പോകും. അയില തിളയ്ക്കണ മണം നല്ലോണം അടിക്കുന്നുണ്ട്. നല്ല ഉണക്കയില കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതൊന്ന് നമുക്കിവിടെ വെച്ച് നല്ലോണം ഒന്ന് മയത്തിൽ അരച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി അരയ്ക്കാം. നല്ല മയത്തിൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പരുവത്തിൽ അരയണം. നമുക്ക് കറി നല്ലോണം മീനും പിന്നെ ചേമ്പും വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളത്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
എന്നിട്ട് നമുക്ക് ഈ കറി തുറന്ന് നോക്കിയിട്ട് പാകമാകുമ്പോൾ അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ തുറന്ന് നോക്കാം. ചേമ്പ് ഇങ്ങനെ ഒരു ചേമ്പ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം വെന്തുണ്ടോ ഇല്ലേ. വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല എന്നുള്ളൂ. വെന്തുണ്ട്, മീനൊക്കെ വെന്തുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഈ അരപ്പിൽ ഈ 2 പാത്രം കൂടിയിട്ട് കഴുകിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ചേർന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് കറി ഒന്ന് താളിക്കാം. കടുകും ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടൊന്ന് താളിക്കാം. നേരത്തെ മൂടി വെച്ച പോലെ തന്നെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഈ ചുവന്നുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിടാം. വട്ടത്തിൽ നീളത്തിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇങ്ങനെ അരിഞ്ഞിടാം. എന്നിട്ടിത് കടുക് താളിക്കുമ്പോൾ നമുക്ക് എടുക്കാം. ഇതൊന്ന് യോജിച്ച് വരണം. നാളികേരം അരച്ചതും ആ മീനിൻ്റെ ചേമ്പ് കറിയും കൂടിയിട്ടൊന്ന് യോജിച്ച് വരണം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് ഈ സമയത്ത് നോക്കാം. മീൻ കഷ്ണം ഉടയാണ്ട് നമുക്കിങ്ങനെ ഇളക്കണം. മീൻ കഷ്ണം ഉടയാണ്ട് ഇളക്കാനായിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. മീൻ ചട്ടി തന്നെ കൂട്ടത്തോടെ പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പം മീൻ കഷ്ണം ഉടയില്ല. തള വരണോടുകൂടി ഞാൻ ഈ അരപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചുവന്നുള്ളിയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് താളിക്കാം. ആദ്യം 2 മണി കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇടാം. 2 ചുവന്നുള്ളി വട്ടത്തിലാ അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ അരിയും. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി ഒന്ന് ഒരു ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് വേപ്പിലയും കൂടി ഇട്ടിട്ട് താളിക്കും. നമുക്ക് താളിക്കാം. നമ്മുടെ ഉണക്കയില ചേമ്പ് കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. ഊണിനൊക്കെ നല്ലൊരു നാടൻ കറിയാണിത്. നല്ല നാടൻ ചേമ്പ് വെച്ച് ഉണക്കയിലിട്ട കറിയാണിത്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.